കണ്ണൂർ അഴീക്കോട് വെടിക്കെട്ടിനിടെ ഒരു അപകടം ഉണ്ടായി. 5 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 4:30 മണിയോടെയാണ് ഈ അപകടം നടന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ടെലിഫോണിൽ ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടെ? ഗുഡ് മോർണിംഗ് SKN. അഴീക്കോട് നീർക്കടവ് മുച്ചിരിയൻ കാവിൽ ഉത്സവം നടക്കുകയായിരുന്നു. തെയ്യമടക്കം ഉത്സവം നടക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതായത് നാടൻ പടക്കങ്ങളും മറ്റും പൊട്ടിച്ചിരുന്നു. അതിൽ നാടൻ ഗുണ്ട് പൊട്ടാതെ താഴേക്ക് പതിച്ചു. പിന്നീട് ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടുന്ന സ്ഥിതി ഉണ്ടായി എന്നാണ് നാട്ടുകാരിൽ നിന്നും പോലീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. തെയ്യം ഉൾപ്പെടെ നടക്കുന്നത് കൊണ്ട് തന്നെ പുലർച്ചെ 4:30 അടക്കം വലിയ തോതിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു പ്രദേശത്ത് ഈ കാവിന്റെ ഒരു പ്രദേശത്ത് കൂടി നിന്നിരുന്ന ആൾക്കൂട്ടത്തിലേക്ക് ഈ ഗുണ്ട് വീണ് പൊട്ടി. 5 പേർക്കാണ് പരിക്കേറ്റത്. 3 പേർക്കാണ് സാരമായി പരിക്കേറ്റത്. അതിൽ ഒരാളുടെയും പരിക്കൽപ്പം ഗുരുതരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂരിലെ വിവിധ ആശുപത്രികളിലേക്ക് ഇതിനകം പരിക്കേറ്റ ആളുകളെ മാറ്റിയിട്ടുണ്ട്. തെയ്യോത്സവത്തിന്റെ ഭാഗമായി വലിയ വെടിക്കെട്ടായിരുന്നില്ല സംഘടിപ്പിച്ചത്. അതേസമയം നാടൻ പടക്കങ്ങൾ തയ്യാറാക്കി പൊട്ടിക്കുന്ന വെടിക്കെട്ട് നടത്തുന്ന തരത്തിലുള്ള വെടിക്കെട്ടാണ് അവിടെ ഒരുക്കിയിരുന്നത് എന്നാണ് നാട്ടുകാരിൽ നിന്നും പോലീസിൽ നിന്നും നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനിടെയാണ് ഒരു അമിട്ട് അല്ലെങ്കിൽ ഗുണ്ട് എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പ്രയോഗിക്കുന്ന പടക്കം ആൾക്കൂട്ടത്തിനിടയിലേക്ക് വീണ് പൊട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നാണ്. പിന്നീട് തന്നെ വളരെ വേഗത്തിൽ പോലീസും നാട്ടുകാരും ഇടപെട്ട് രക്ഷാപ്രവർത്തനത്തിലേക്ക് പോവുകയും ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളുടെയും നില ഒരല്പം ഗുരുതരമാണ് എന്നാണ് നമ്മളിപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കുന്നത്. കണ്ണൂരിലെ വിവിധ ആശുപത്രികളിലേക്ക് പരിക്കേറ്റ ആളുകളെ എല്ലാം തന്നെ ഇതിനകം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അപകടത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരം എന്താണ് സജോ ദേവസ്യ? SKN, ഇതൊരു കാവാണ്. വയനാട്ട് കുലവൻ തെയ്യം കാവ് ആണ് അഴീക്കോട്. അതായത് കണ്ണൂർ നഗരത്തിൽ നിന്ന് അധിക ദൂരെയല്ലാത്ത അഴീക്കോട് എന്ന പ്രദേശമാണ്. അവിടെ ഈ പ്രദേശം, അതായത് തെയ്യാട്ടക്കാലമാണ്. കണ്ണൂരിലെ വിവിധ കാവുകൾ കേന്ദ്രീകരിച്ച് തെയ്യാട്ടവും കളിയാട്ട ഉത്സവങ്ങളും ഒക്കെ നടക്കുന്നൊരു പ്രദേശമാണ്. പുലർച്ചയോടുകൂടി പലപ്പോഴും തെയ്യ കോലങ്ങൾ പുറത്തിറങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചടങ്ങുകൾ, ആചാരപരമായ ചടങ്ങുകൾ പുലർച്ചയോടുകൂടിയാണ് നടക്കുക. തെയ്യ കാവുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം ആചാരങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ തദ്ദേശീയമായി പ്രാദേശികമായി ഓരോ പ്രദേശത്തെ പ്രത്യേകത അനുസരിച്ച് വെടിക്കെട്ടുകൾ നടക്കാറുണ്ട്. അങ്ങനെ സംഘടിപ്പിച്ച ഒരു വെടിക്കെട്ടാണ്. അതും പുലർച്ചെ 4:30 എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടം കുറവാണ്. പക്ഷേ ഈ ആചാരപരമായ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ പ്രദേശത്തുള്ള ആളുകൾ സംഘടിച്ച് ഈ ചടങ്ങുകളുടെയും മറ്റും ഭാഗമാകും. അങ്ങനെ സംഘടിച്ചു നിന്ന് ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ വെടിക്കെട്ടിന്റെ സ്വഭാവം ത്തിലുള്ള പടക്കം പൊട്ടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക. അത് ഗുണ്ട് എന്ന സ്വഭാവത്തിൽ പലപ്പോഴും അത് ഓരോ ഗുണ്ടും അല്ലെങ്കിൽ അമിട്ടിനും വലിയ സാമാന്യം കടുത്ത സ്ഫോടക ശേഷി പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് പക്ഷേ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത അനുസരിച്ചാണ്. അത് നാടൻ തദ്ദേശീയമായി തന്നെ തയ്യാറാക്കപ്പെടുന്ന പടക്കങ്ങളാണ്. അത് പൊട്ടിക്കുക എന്നത് പലപ്പോഴും ചിലപ്പോൾ അത് ആചാരപരമായിരിക്കും, വിശ്വാസപരമായിരിക്കും. അങ്ങനെ ഒരുക്കിയ പടക്കങ്ങളാണ്. അതിൽ താഴേക്ക് പതിച്ച ഘട്ടത്തിൽ പൊട്ടാതെ ലക്ഷ്യം തെറ്റി ആൾക്കൂട്ടത്തിലേക്ക് വീഴുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇതൊരു അപ്രതീക്ഷിതമായിരുന്നു. കാരണം ആളുകൾ കൂടി നിന്നിരുന്ന പ്രദേശത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പടക്കം വന്ന് വീഴും, വന്ന് പതിക്കും, അവിടെ വെച്ച് പൊട്ടും എന്ന് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അവിടെ കൂടി നിന്നിരുന്ന ആളുകൾ ആ പ്രദേശത്ത് നിന്ന് മാറിയതുമില്ല. അപ്രതീക്ഷിതമായി ലക്ഷ്യം തെറ്റിയാണ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് പതിക്കുന്നത്. ആളുകൾ പലരും അവിടെ കൂടിയിരിക്കുകയും മറ്റുമായിരുന്നു. വന്ന് പതിക്കുമ്പോഴേക്കും പുലർച്ചെ 4:30 മറ്റും സമയമാണ്. പെട്ടെന്ന് മാറി രക്ഷപ്പെടുക, ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുക എന്നതൊക്കെ അപ്രായോഗികമായിരുന്നു. അങ്ങനെ ആൾക്കൂട്ടത്തിൽ ഇടയിലേക്ക് വീഴുന്നു. അതിൽ തന്നെയാണ് 5 പേർക്ക് പരിക്കേറ്റത്. ഒരാളുടെയും തുടയെല്ല്, അതായത് ആ പ്രദേശത്ത് നിലത്ത് ഇരുന്ന ആളുടെ തൊട്ടടുത്താണ് വീണ് പൊട്ടിയത്. 5ഓളം പേർക്ക് പരിക്കേൽക്കുന്നു. അതിൽ ഒരാളുടെ തുടയെല്ല് തകർന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ വിവിധ സ്വഭാവത്തിലുള്ള പരിക്കുകൾ ആളുകൾക്ക് പറ്റി. വളരെ അപ്രതീക്ഷിതമായാണ് ഈ ആളുകൾക്കിടയിലേക്ക് ഇത് പതിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ആ പ്രദേശത്തു നിന്നുള്ള ആളുകളും പോലീസും മറ്റുമൊക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും വളരെ വേഗത്തിൽ തന്നെ ആളുകളെ കണ്ണൂരിലെയും മറ്റ് പരിസര പ്രദേശങ്ങളിലെയും ആശുപത്രികളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാളുടെ കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ നില അല്പം ഗുരുതരമാണ്. കാരണം പൊട്ടിയതിനാണ് ഈ പൊട്ടിയ ഈ ഗുണ്ട് വീണ്, ഈ അമിട്ട് വീണ് പൊട്ടിയതിന് ഏറ്റവും പരിസര പ്രദേശത്ത് ഏറ്റവും അടുത്ത സ്ഥലത്ത് നിന്നിരുന്ന ആൾക്കാണ് കൂടുതൽ ഗുരുതരമായ പരിക്ക് ഏറ്റിരിക്കുന്നത്. ആ പ്രദേശത്ത് നിന്ന് പരിക്ക് പറ്റിയ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്.
എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മികച്ച ചികിത്സ ആവശ്യമുള്ള ആളുകളെയൊക്കെ ഇതിനകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. അപകടം അപ്രതീക്ഷിതവുമായിരുന്നു. മറ്റൊന്ന്, അവിടെ വലിയ തോതിലുള്ള വെടിക്കെട്ട് സംഘടിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആചാരപരമായും മറ്റും വലിയ വെടിക്കെട്ടുകൾ നടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ആ സ്വഭാവത്തിലുള്ള വെടിക്കെട്ടായിരുന്നില്ല നടന്നത്. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു അപകടത്തിലേക്ക്, അതായത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഗുണ്ടിന്റെ സ്വഭാവത്തിൽ സാമാന്യം സ്ഫോടക ശേഷിയുള്ള പടക്കം വീണ് പൊട്ടുമ്പോൾ സംഭവിക്കാവുന്ന ഒരു ആഘാതമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ വലിയ തോതിൽ പടക്കങ്ങൾ സൂക്ഷിച്ച് നടത്തുന്ന ഒരു വെടിക്കെട്ടിന്റെ സ്വഭാവത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നതല്ല എങ്കിൽ കൂടിയും ആൾക്കൂട്ടത്തിലേക്ക് ഈ ഗുണ്ട് വീണ് ഈ അമിട്ട് വീണ് പൊട്ടുന്ന സാഹചര്യമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് പറയുന്നു. അത് അപ്രതീക്ഷിതമായിരുന്നു. പലപ്പോഴും പുലർച്ചെയൊക്കെ ആകുമ്പോഴേക്കും ആളുകൾ ഉറക്കക്ഷീണത്തിലും മറ്റുമൊക്കെ ആയിരിക്കും ഈ പ്രദേശത്ത് ഉണ്ടാവുക. വിവിധ തെയ്യക്കോലങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഉൾപ്പെടെ നടക്കുന്നത് ആ ഘട്ടത്തിലാണ്. അതാണ്. താങ്ക് യു സജു ദേവസ്യ.